തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പക ഒരു പെൺകുട്ടിയുടെ പഠനവും ഭാവിയുമാണ് തകർത്തത്. അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് പ്രചരിച്ചതോടെ +2 വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയായി. സംഭവത്തെക്കുറിച്ച് കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടതോടെ സത്യം പുറത്തു വന്നിരിക്കുന്നു. ഒടുവിൽ വ്യാജ പ്രചരണം നടത്തി വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSSലെ അധ്യാപികയായ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോലീസിന്റെ നടപടി. ഇതോടെ അധ്യാപികയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. കിളിമാനൂർ RRVHSSലെ +2 അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ്. വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത്. അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി. അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. ചികിത്സയിലായതിനാൽ 4 മാസം സ്കൂളിൽ പോയില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി. അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നാണക്കേട് കാരണം മുടി മുറിച്ചു നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. ന്യൂസ് 18 തിരുവനന്തപുരം.